ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति 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 हरि ओम्। ഭഗവത്ഗീത നാലാമത്തെ അധ്യായം. ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ പറയുന്നു, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുഹു ഇക്ഷ്വാക വേ അബ്രവീത്. ഇതുവരെ ആത്മജ്ഞാനത്തിനെ കുറിച്ച്, കർമ്മയോഗത്തിനെ കുറിച്ച്, ജ്ഞാനയോഗത്തിനെ കുറിച്ച് എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു. ഭഗവത്ഗീതന്റെ എല്ലാ അധ്യായവും യോഗം എന്ന് പറയും. അതായത് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിനെ അറിയാനും പരമതത്വത്തിനെയും അറിയാനുമുള്ള വഴികളാണ് 18 അധ്യായം. തുടങ്ങുന്നത് അർജുന വിഷാദ യോഗത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഈ ആത്മജ്ഞാനം, പരമതത്വത്തിന്റെ ജ്ഞാനം, നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിന്റെ ജ്ഞാനം, ഇത് ആദ്യമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നതല്ല. ഈ ജ്ഞാനം ശാശ്വതമായുള്ള ജ്ഞാനമാണ്. വേദങ്ങളെ ആ പൗരുഷേയം എന്ന് പറയും. അതായത് ഒരു പ്രത്യേക വ്യക്തി, പുരുഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തി, ഒരു പ്രത്യേക വ്യക്തി എഴുതിയതല്ല. അത് ശാശ്വത സത്യങ്ങളാണ്. ആ ശാശ്വത സത്യങ്ങൾ കണ്ടെത്തി, അപ്പൊ അങ്ങനെ ഈ ശാശ്വത സത്യങ്ങളെ കണ്ടെത്തിയ ഋഷിവര്യന്മാർ അത് നമുക്ക് പറഞ്ഞു തരുന്നു. അത് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നു. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അഹം, ഞാൻ എന്ന് വെച്ചാൽ ഭഗവാൻ. വിവസ്വത്തെ, വിവസ്വത്തിനോട്, ഇപ്പൊ വിവസ്വത്ത് എന്ന് വെച്ചാൽ എന്താണ്? സൂര്യൻ. അപ്പൊ ഞാൻ സൂര്യനോട് ഇമം, ഈ അവ്യയം, ശാശ്വതമായ, നാശമില്ലാത്ത, നശിക്കാത്ത, നശ്വരമല്ലാത്ത, ശാശ്വതമായ, നിത്യമായ യോഗം ആത്മീയ വഴിയിനെ, ഭഗവത് ദർശനം കിട്ടാനുള്ള വഴി, അല്ലെങ്കിൽ പരമതത്വത്തിനെ അറിയാനുള്ള വഴി, മോക്ഷം ലഭിക്കാനുള്ള വഴി, അതാണ് യോഗം. ആ യോഗത്തിനെ കുറിച്ച് ഞാൻ ആദ്യം സൂര്യനോട് പറഞ്ഞു. പ്രോക്തവാൻ, പറഞ്ഞു. അത് കേട്ട് വിവസ്വാൻ, അത് കേട്ട് സൂര്യൻ എന്ത് ചെയ്തു? മനവേ പ്രാഹ, മനുവിനോട് പറഞ്ഞു. അപ്പൊ മനു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വ്യക്തിത്വമല്ല. മനു എന്ന് പറയുന്നത് ഒരു തസ്തികയാണ്, ഒരു സ്ഥലമാണ്, ഒരു പോസ്റ്റാണ്. മനു, ഇന്ദ്രൻ, ഇവരൊക്കെ ബ്രഹ്മ, ഇവരൊക്കെ പോസ്റ്റാണ്. അപ്പോൾ ഒരുപാട് പുണ്യങ്ങളൊക്കെ ചെയ്ത അങ്ങനെ മനു ആകാൻ പറ്റും. മനു ആരാണ്? ഒരു യുഗം എന്നതുപോലെ മൻവന്തര എന്ന് പറയും. ആ കാലഘട്ടത്തിനെ ഭരിക്കുന്ന വ്യക്തിയാണ് മനു. ആ കാലഘട്ടത്തിന്റെ രാജാവാണ് മനു. അപ്പൊ ആ മനു പറഞ്ഞ പോലെ ആ കാലഘട്ടം, അതിന്റെ നിയമങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും.
അപ്പോൾ ആ കാലാവധിന് മന്വന്തര എന്ന് പറയും. അപ്പൊ ഈ മനു, സൂര്യ ഭഗവാൻ ആ യുഗത്തിൽ ആരാണോ മനു, ആ മനുവിനോട് പറഞ്ഞു, മനുഹു ഇക്ഷ്വാകവേ അബ്രവീത്. മനു അത് ഇക്ഷ്വാക്കുവോട് പറഞ്ഞു. ഇക്ഷ്വാക്കു ആരാണ്? ഇക്ഷ്വാക്കു എന്ന് പറയുന്നത് സൂര്യവംശി ക്ഷത്രിയന്മാരുടെ പൂർവപുരുഷനാണ്. സൂര്യവംശി ക്ഷത്രിയന്മാരിൽ ആരാ വന്നത്? ഭഗവാൻ ശ്രീ രാമചന്ദ്രൻ. അപ്പൊ രാമചന്ദ്രൻ വരുന്നത്, രാമഭഗവാൻ വരുന്നത്, ഭഗവാൻ ശ്രീ രാമചന്ദ്രൻ ജനിക്കുന്നത് ഈ ഇക്ഷ്വാക്കു കുലത്തിലാണ്, ആ പാരമ്പര്യത്തിലാണ്. അപ്പോൾ ആദ്യം ഭഗവാൻ ഈ ജ്ഞാനത്തിനെ കുറിച്ച് സൂര്യനോട് പറഞ്ഞു. സൂര്യൻ അതിനെ മനുവിനോട് പറഞ്ഞു. മനു അതിനെ ഇക്ഷ്വാക്കുവിനോട് പറഞ്ഞു. അതായത് അന്നത്തെ കാലത്തിൽ ആരായിരുന്നോ ആ സൂര്യവംശത്തിൽ വരുന്ന ക്ഷത്രിയൻ, അദ്ദേഹത്തിനോട് പറഞ്ഞു. അങ്ങനെ ഇത് കാലം കാലങ്ങളായി പാരമ്പര്യമായി വരുന്ന വിദ്യയാണ്. ഇതൊന്നും പുതിയതായി വരുന്ന വിദ്യയല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അത് അവ്യയം യോഗം. അത് നാശമില്ലാത്ത ശാശ്വതമായ നിത്യമായ യോഗമാണ്. ഇതൊന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? മതഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയ ഗ്രന്ഥങ്ങളിൽ, മതഗ്രന്ഥങ്ങളിൽ രണ്ട് തരത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ശ്രുതി, മറ്റൊന്ന് സ്മൃതി. ശ്രുതി എന്ന് പറയുമ്പോൾ അത് ആ പൗരുഷേയ ഗ്രന്ഥമാണ്. അതായത് ഒരു പ്രത്യേക വ്യക്തി രചിച്ച ഗ്രന്ഥമല്ല. അത് കേട്ട് കേട്ട് മറ്റ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. അതായത് അത് ശ്രവണ വഴി പകർന്നു പോകുന്ന ഗ്രന്ഥമാണ്. അതാണ് ശ്രുതി. നേരെ മറിച്ച് സ്മൃതി മസ്തിഷ്കത്തിൽ വരുന്ന ചിന്തകൾ അതിനെ ആശ്രയിച്ച് രചിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് സ്മൃതി. അപ്പോ അതുകൊണ്ട് തന്നെ ശ്രുതി എന്ന് പറയുന്നത് ശാശ്വത തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നേരെ മറിച്ച് സ്മൃതി ഓരോ യുഗത്തിലും മാറുന്ന സത്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രുതിയും സ്മൃതിയും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം വന്നെങ്കിൽ ശ്രുതിനെ തന്നെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്, സ്മൃതിനെ അല്ല എന്ന് സായന ഭാഷ്യത്തിൽ, അതായത് വേദങ്ങൾക്ക് വേദങ്ങളിന് രചിച്ചിട്ടുള്ള വ്യാഖ്യാനം രചിച്ചിരിക്കുന്നത് സായനാചാര്യനാണ്. അപ്പൊ ആ സായനാചാര്യൻ തന്നെ പറയുന്നു, ശ്രുതിയും സ്മൃതിയും തമ്മിൽ കുഴപ്പമുണ്ടായെങ്കിൽ അത് ഉടൻ തന്നെ നാം ശ്രുതിനെയാണ് അനുസരിക്കേണ്ടത്, ശ്രുതി പറയുന്നതിനെയാണ് നമ്മൾ കേൾക്കേണ്ടത്. ആ കാര്യം തന്നെ വിവേകാനന്ദ സ്വാമികളും പറയുന്നു. അപ്പൊ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രുതി പോലുള്ള ശാശ്വത തത്വങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ അവ്യയം യോഗം, ഇത് ശാശ്വതമായ യോഗമാണ് എന്നാണ് പറയുന്നത്. ശാശ്വതമായ യോഗം. എന്തുകൊണ്ട് ശാശ്വത യോഗം? കാരണം ഇത് അവ്യയമാണ്, നശിക്കുന്നില്ല, ശാശ്വതമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രുതി പോലെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ യോഗം ശാശ്വതം? അതിന് വേറൊരു അർത്ഥമുണ്ട്. ഈ യോഗം വഴി, ഈ ആത്മീയ സാധന വഴി എന്താണോ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത്, അതായത് പുരുഷാർത്ഥങ്ങളിൽ ചരമ പുരുഷാർത്ഥമായ അല്ലെങ്കിൽ പരമര പുരുഷാർത്ഥമായ
പുരുഷാർത്ഥങ്ങൾ എന്താണ്? 4 പുരുഷാർത്ഥങ്ങളല്ലേ? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. മോക്ഷ എന്ന് പറയുന്നതാണ് ഏറ്റവും പരമമായ പുരുഷാർത്ഥം. ആ പുരുഷാർത്ഥം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സാധനയാണ് യോഗം. ആ യോഗം ശാശ്വതമായ ഒന്നിനെ നേടാൻ നമ്മൾ അനുസരിക്കുന്ന വഴി, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി, അതും ശാശ്വതമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ശാശ്വത തത്വങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ശാശ്വത വഴിയിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ യോഗം എന്ന് പറയുന്ന ഈ വഴി അത് ശാശ്വതമാണ്, അവ്യയമാണ്, നാശം ഇല്ലാത്തതാണ്, നശ്വരമല്ലാത്തതാണ്. പക്ഷെ ഈ ശാശ്വതമായിരിക്കുന്ന വഴി അത് കേൾക്കുന്ന ആൾക്കാർ, അവരുടെ മസ്തിഷ്കം, അവരുടെ മനസ്സ്, അവരുടെ ചിത്തം, അവരുടെ അഹങ്കാരം, സൂക്ഷ്മ ശരീരം അത് മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സ്ഥൂല ശരീരം അതും മാറിക്കൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ശാശ്വത തത്വങ്ങളെ അവർക്ക് ഓർത്തു വയ്ക്കാൻ വയ്യ. കാരണം നാശം എന്നുള്ളത് ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ്. ഈ ലോകത്തിൻ്റെ സ്വഭാവം 2 സ്വഭാവം. മാറ്റം ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ്. മാറ്റം, അതുപോലെ തന്നെ നാശം. അതായത് സൃഷ്ടി, സ്ഥിതി, ലയം. സൃഷ്ടി, സ്ഥിതി, ലയം ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഒന്ന് ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ജ്ഞാനം ഇത് ഇങ്ങനെ പാരമ്പര്യമായി പകർന്നു കൊടുക്കുന്നു എങ്കിലും അത് നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് 2ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സ കാലേനേഹ മഹത യോഗോ നഷ്ടഃ പരന്തപ. ഏവം ഇങ്ങനെ. എങ്ങനെ? ആദ്യം പറഞ്ഞില്ലേ, ഞാൻ, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ വിവസ്വതേ യോഗം പ്രോക്തവാൻ. ഞാൻ ഈ നശ്വരമല്ലാത്ത സനാതനമായ ഈ ജ്ഞാനത്തിനെ ഞാൻ സൂര്യനോട് പറഞ്ഞു. സൂര്യൻ ഈ ജ്ഞാനത്തെ മനുവിനോട് പറഞ്ഞു. മനു ഈ ജ്ഞാനത്തെ ഇക്ഷ്വാകുവിനോട് പറഞ്ഞു. അങ്ങനെ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നോ പ്രഗത്ഭന്മാർ, അവർക്കൊക്കെ ഈ ജ്ഞാനം പകർന്നു കൊടുത്തു. പക്ഷേ ഏവം പരമ്പരാ പ്രാപ്തം, ഇതുപോലെ അവിടെ പകർന്നു കൊടുത്തതോടെ അവിടെ നിന്നില്ല. പാരമ്പര്യമായി, കാലാകാലമായി, തലമുറകളായി ഈ ജ്ഞാനം പകർന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഇങ്ങനെ ഏവം ഇങ്ങനെ പരമ്പരാ പ്രാപ്തം, പാരമ്പര്യമായി ലഭിച്ച. അപ്പോ ചില കുടുംബങ്ങളിൽ ചില കാര്യങ്ങൾ പാരമ്പര്യമായിരിക്കും, ചില കുടുംബങ്ങളിൽ ചില വാക്കുകൾ പാരമ്പര്യമായിരിക്കും. ആ വാക്ക് നോക്കിയാൽ മലയാളി തന്നെ ആയിരിക്കും, പക്ഷെ വേറെ ഒരു കുടുംബത്തിലും ആ വാക്ക് ഉപയോഗിക്കില്ല. അങ്ങനെ ചില കുടുംബങ്ങളിൽ ചില വാക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ചില ആചാരങ്ങൾ, ചില പൂജകൾ, അങ്ങനെയൊക്കെ ചില ചിട്ടകളൊക്കെ ചില കുടുംബങ്ങളിൽ ഉണ്ടാവും. അതുപോലെ പാരമ്പര്യമായി കിട്ടിയതാണ്. അപ്പൊ ആ കുടുംബത്തിൽ ജനിച്ച ആൾക്കാർക്ക് മാത്രമേ ആ സംഭവം അറിയുള്ളൂ. അങ്ങനെ പാരമ്പര്യമായി കിട്ടിയതാണ് ഇത്. ഇമം, ഇത് രാജർഷയ വിദുഹു, രാജർഷിമാർ അവര് അറിഞ്ഞു. വിദുഹു അറിഞ്ഞു. രാജർഷി എന്ന് വെച്ചാൽ ആരാണ്? രാജാവും ഋഷിയും ഒരേ വ്യക്തി, അതാണ് രാജർഷി. രാജാവും ആ വ്യക്തി, അതായത് ഒരു രാജ്യത്തിനെ ഭരിക്കുന്നു, ഭരണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നല്ലോണം അറിയുന്നു.
യുദ്ധം ചെയ്യാൻ ആ വ്യക്തിക്ക് അറിയാം. അതുപോലെ തന്നെ ആ വ്യക്തി ഋഷിയുമാണ്. അപ്പൊ ഋഷി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഋഗ്വേദത്തിന്റെ വ്യാഖ്യാനം രചിച്ച സായനാചാര്യൻ, അദ്ദേഹം ആ ഋഗ്വേദ വ്യാഖ്യാനത്തിന്റെ ആമുഖത്തിൽ പറയുന്നു. ഇത് വിവേകാനന്ദ സ്വാമികൾ പിന്നീട് പറയുന്നുണ്ട്. അപ്പോ ഋഗ്വേദത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ആമുഖത്തിൽ സായനാചാര്യൻ പറയുന്നു, ഋഷയഃ മന്ത്രദ്രഷ്ടാരഃ. ഋഷി എന്ന് പറയുമ്പോൾ മന്ത്രത്തിനെ നേരിട്ട് കണ്ട വ്യക്തികളാണ് ഋഷയഃ മന്ത്രദ്രഷ്ടാരഃ. അവരാണ് ഋഷി. അപ്പൊ ഈ ഋഷി എന്ന് പറയുമ്പോൾ വേദമന്ത്രങ്ങളെ നേരിട്ട്, അതായത് വേദമന്ത്രങ്ങളുടെ പ്രവർത്തനത്തെ നേരിട്ട് കണ്ട ആൾക്കാർ, അതിന്റെ ശക്തിനെ, അതിന്റെ കരുത്തിനെ നേരിട്ട് അനുഭവിച്ച ആൾക്കാർ, ആ അനുഭൂതി ഉണ്ടായ ആൾക്കാരാണ് ഋഷി. അപ്പൊ ഒരു വ്യക്തി രാജാവാകാം, പക്ഷെ രാജ ആയതുകൊണ്ട് ആ വ്യക്തി ഋഷി ആകാൻ പറ്റില്ല എന്നൊരിക്കലും പറയില്ല. പൊതുവെ ആത്മീയ ജീവിതത്തിൽ ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുണ്ട്, ഓ നമുക്ക് ഒരുപാട് തിരക്കാണ്, നമുക്ക് ഒരുപാട് ചുമതലയുണ്ട്, അതുകൊണ്ട് ഈ ആത്മീയ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റില്ല എന്ന്. അപ്പൊ അന്നത്തെ ആദർശം എന്താണ്? അന്നത്തെ മാതൃക എന്താണ്? രാജഋഷി. അതാണ് നമ്മുടെ ആദർശം. രാജഋഷി എന്ന് വെച്ചാൽ എന്താണ്? പ്രവർത്തനത്തിലും അത്ര തന്നെ കഴിവ്, പ്രവർത്തനത്തിലും അത്ര തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ച്, അതേപോലെ ആധ്യാത്മിക ചിന്തയിലും ആധ്യാത്മിക ജീവിതത്തിലും അതേപോലെ നല്ല രീതിയിൽ സത്യങ്ങളെ കണ്ടെത്തുന്നു ഒരേ വ്യക്തി. ഇത് രണ്ടും ചെയ്യുന്നു. അതാണ് രാജഋഷി. അപ്പൊ അങ്ങനെ രാജഋഷിമാർ ഇതറിഞ്ഞു. എന്തറിഞ്ഞു? ഈ പറഞ്ഞ ജ്ഞാനം അറിഞ്ഞു. ഇതിനു മുമ്പും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് പറഞ്ഞത് സൂര്യഭഗവാനോടാണ്, സൂര്യഭഗവാൻ ഇത് പറഞ്ഞത് മനുവിനോടാണ്, മനു ഇത് പറഞ്ഞത് ഇക്ഷ്വാകുവിനോടാണ്. അവിടെയും തന്നെ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സന്യാസിനോട് പറഞ്ഞു എന്ന് വരുന്നില്ല. ഇതിലാരും സന്യാസിയല്ല. അപ്പോ രാജഋഷിയാണ്, അവർക്കാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ യഥാർത്ഥവും അവരവരുടെ യഥാർത്ഥ സ്വരൂപവും ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപവും പരമതത്വവും ഒക്കെ അല്ല അറിഞ്ഞിരുന്നത്. പരന്തപ എന്ന് പറയുമ്പോൾ ഇവിടെ അർജുനനെയാണ് ഉദ്ദേശിക്കുന്നത്. അർജുനന്റെ ഒരു പേരാണ് പരന്തപ. പരന്തപ എന്ന് വെച്ചാൽ, പരൻ എന്ന് വെച്ചാൽ ശത്രുക്കൾ, തപ എന്ന് വെച്ചാൽ അവരിനെ കത്തിച്ചു കളയുന്നു. അപ്പോ ശത്രുക്കളെ കത്തിച്ചു കളയുന്ന വ്യക്തി അർജുന. ഇഹ ഈ ലോകത്തിൽ, സഹ ആ യോഗ മഹതാ കാലേന നഷ്ട. അപ്പോ ഇത് പലരും പാരമ്പര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഗുരു ശിഷ്യ പാരമ്പര്യം വഴി ഇത് തലമുറകളായി ഈ ജ്ഞാനം പകർന്നു വരുന്നു. അങ്ങനെ രാജഋഷിമാർ പോലും ഈ ജ്ഞാനം അറിയുന്നു, രാജഋഷിയും അറിയുന്നു എന്നിങ്ങനെ ഇരിക്കെ, പക്ഷേ കാലേന ഇഹ മഹതാ നഷ്ട, മഹതാ കാലേന ഇഹ നഷ്ട. ഒരുപാട് കാലമാകുന്നത് കൊണ്ട് ഇഹ ഈ ജ്ഞാനം നഷ്ട എന്ന് വെച്ചാൽ നഷ്ടപ്പെടുന്നു. പക്ഷെ ഇവിടെ അർത്ഥം അതല്ല. ഇതിന്റെ ഈ ജ്ഞാനത്തിന്റെ വ്യക്തത, അല്ലെങ്കിൽ ഈ ജ്ഞാനത്തിന്റെ കരുത്ത്, അതിന്റെ വ്യക്തത, ഈ ജ്ഞാനം അത് തന്നെ കുറഞ്ഞു വരുന്നു. എങ്ങനെ കുറഞ്ഞു വരുന്നു? ഇതിനെക്കുറിച്ച് ഒരു കഥയുണ്ട്, നമ്മളൊക്കെ എല്ലാവരും കേട്ടിരിക്കുന്ന കഥയാണ്. ഈ
ദുർഗാപൂജ ചെയ്യുമ്പോൾ ഒരു വ്യക്തി ദുർഗാപൂജ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോ ഒരു പൂച്ച ഇടയ്ക്കിടയ്ക്ക് വന്ന് ആ വ്യക്തിനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ശരിക്കും പൂജ ചെയ്യാൻ പറ്റില്ല. ദുർഗാപൂജ എന്ന് പറയുമ്പോൾ ഒരുപാട് പൂജകളൊക്കെ ഉണ്ട്. നല്ല കൃത്യമായി ചെയ്യണം, അല്ലെങ്കിൽ ദോഷമാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇയാൾ എന്ത് ചെയ്തു, ഒരു കൊട്ട കൊണ്ടുവന്ന് ആ പൂച്ചന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ പൂച്ചയ്ക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഇയാള് സ്വസ്ഥമായി പൂജ ചെയ്തു. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു കുട്ടി, അയാളുടെ കുട്ടി, അയാൾ പിന്നെ വലുതായപ്പോ അയാൾക്കിപ്പോ അറിയില്ല എന്തുകൊണ്ടാണ് ഈ പൂച്ചേനെ ഇങ്ങനെ ഒരു കൂടയിൽ താഴെ കൊണ്ടുവന്ന് വെച്ചതെന്ന്. അപ്പോ ആ കുട്ടി കണ്ടു, വലുതായപ്പോ ദുർഗാപൂജ ചെയ്യേണ്ട സമയം വന്നപ്പോ ആ കൊച്ചു പറഞ്ഞു, എല്ലാരും ഒരുക്കി തന്നിരുന്നു, അതൊക്കെ ശരിയാണ്, പക്ഷെ പൂച്ച വേണം, പൂച്ചയും വേണം, ഒരു കൂടും വേണം. കാരണം അതിങ്ങനെ അച്ഛൻ ഇങ്ങനെ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത്, അതിന്റെ ആ സന്ദർഭം, അതിന്റെ ആ താല്പര്യം, അത് നഷ്ടപ്പെട്ടു. അതാണ് ഇവിടെ കാലേന, മഹതാ കാലേന നഷ്ട. പലതും, പല കാര്യങ്ങളും കാലം കൊണ്ടിങ്ങനെ നഷ്ടപ്പെടും. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിവിടെ ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. മനുഷ്യന് വാലുണ്ട്, അത് വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറയും അതിന് ബയോളജിയിൽ. അതായത് ആവശ്യമില്ലാത്ത അവയവം. അപ്പൊ നമുക്ക് വാലിന്റെ ഇതുണ്ട്, പക്ഷെ വാല് മുളയ്ക്കുന്നില്ല. ചില ആൾക്കാർ വാല് പോലെ ഉണ്ടാവും, പക്ഷെ അവർക്ക് വാല് മുളയ്ക്കില്ല. അപ്പോൾ അതാണ്, അത് വെസ്റ്റീജിയൽ ഓർഗൻ. അപ്പൊ അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അത് പറഞ്ഞു തരുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് വലിയ ബോധമുണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് വലിയ ജ്ഞാനമുണ്ടായിരുന്നില്ല. ആ വ്യക്തിക്ക് എങ്ങനെ അത് കിട്ടിയോ അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനം മാത്രം ഉണ്ടായാൽ പോരാ, അതെന്താകണം? വിജ്ഞാനം അതോടൊപ്പം ഉണ്ടാവണം. വിജ്ഞാന, ഇതാണ് ഈ ഭഗവത്ഗീതയിൽ തന്നെ വരും. ജ്ഞാനവും ഉണ്ടാവണം, വിജ്ഞാനവും ഉണ്ടാവണം. അതെന്താണ് വിജ്ഞാനം? ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവം, അനുഭൂതി. അപ്പോ അനുഭവത്തിലൂടെ മാത്രമാണ് നമ്മുടെ ജ്ഞാനം ഉറപ്പാകുന്നത്. അനുഭവമില്ലാതെ നമ്മൾ ജ്ഞാനം എന്തെങ്കിലും നമുക്ക് കിട്ടിയ, അത് കാലത്തിന്റെ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ കാലത്തിൽ ഒരുപാട് സമയം പോകുന്നത് കൊണ്ട് അത് നഷ്ടപ്പെടും. നേരെമറിച്ച് നമ്മൾ അത് അനുഭവമാക്കി മാറ്റിയാൽ അത് ഒരിക്കലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇവിടെ ഏവം പരമ്പരാ പ്രാപ്തം, ഇങ്ങനെ പാരമ്പര്യത്തിൽ കിട്ടിയ ജ്ഞാനം, ആ ജ്ഞാനം അത് അനുഭവമാക്കാത്തത് കൊണ്ട്, അതിനെ അനുഭൂതിയായി മാറ്റാത്തത് കൊണ്ട്, അതിനെ വിജ്ഞാനമായി മാറ്റാത്തത് കൊണ്ട് അത് നഷ്ടപ്പെടുന്നു. അങ്ങനെ നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ ജ്ഞാനം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോ ചില ഗ്രന്ഥങ്ങളുണ്ട്, ആയുർവേദ ഗ്രന്ഥങ്ങൾ. അതിലൊരു ഗ്രന്ഥമാണ് കാശ്യപ സംഹിത. ഈ കാശ്യപ സംഹിതന്റെ അവസാന ഭാഗത്തിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യനെ എങ്ങനെ ജീവിപ്പിക്കാം എന്നുള്ള മന്ത്രം അവിടെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതെപ്പോഴും കാശ്യപ സംഹിത ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം, ഇന്റർനെറ്റിൽ ലഭ്യമാണ്, ഡൗൺലോഡ് ചെയ്യാം. സംസ്കൃതത്തിൽ നല്ല നല്ല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അതിൽ ഒരേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അവിടെ ചില ഔഷധികൾ പറഞ്ഞിട്ടുണ്ട്, ചില ഔഷധ ചെടികൾ പറഞ്ഞിട്ടുണ്ട്. ആ ചെടികൾ നമുക്ക് കിട്ടാനില്ല. അത് ഏത് ചെടി തന്നെയാണ് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ആ പേര് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവില്ല, ഒന്നും അറിയില്ല. പല ആൾക്കാരും ശ്രമിച്ചു നോക്കി, അത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെ നല്ല കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്താൽ ഒരു വ്യക്തിനെ വീണ്ടും, മരിച്ച വ്യക്തിനെ വീണ്ടും എങ്ങനെ ജീവിച്ച് എടുക്കാൻ പറ്റും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. സഞ്ജീവനി എന്നൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അപ്പൊ അങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രന്ഥം നമുക്ക് ലഭ്യമാണ്, സംസ്കൃതം വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഈ പറഞ്ഞ മരുന്ന് എവിടെ കിട്ടും, അത് എന്താണെന്ന് നമുക്ക് അറിയില്ല. മഹതാ കാലേന നഷ്ട. ആ ജ്ഞാനം ഒരുപാട് സമയമായതുകൊണ്ട്
ഒരുപാട് സമയത്തിൽ ആ ജ്ഞാനത്തിനെ ആരും അനുഭവമായി മാറ്റാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ജ്ഞാനവും നമ്മൾ അതിനെ അനുഭവമായി മാറ്റണം. അപ്പോഴേ ആ ജ്ഞാനത്തിന് പ്രസക്തിയുള്ളൂ. 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, സ ഏവ അയം മയാ തേ അദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തോ അസി മേ സഖാ ചേതി രഹസ്യം ഹി ഏതദ് ഉത്തമം. അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, നിനക്ക് ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ജ്ഞാനം ഇത് സാധാരണ ജ്ഞാനമല്ല. പാരമ്പര്യമായി ഞാൻ ആദ്യം സൂര്യൻ എന്ന് പറഞ്ഞതും സൂര്യൻ അതിനെ മനുവിന് പറഞ്ഞതും മനു അതിനെ ഇക്ഷ്വാകുവിന് പറഞ്ഞതും അതേ ജ്ഞാനം തന്നെയാണ് ഞാൻ നിനക്ക് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മേ എൻ്റെ ഭക്തഃ ഭക്തൻ, സഖ സുഹൃത്ത്, ച അസി നിന്നെ, ഇതി അതിനാൽ, സഹ ഏവ അത് തന്നെ, ആ ഇതിനെ തന്നെ, പുരാതനഃ പഴക്കമുള്ള പ്രാചീനമായ, യോഗഃ യോഗം, അയം ഇത്, അദ്യഃ ഇന്ന്, മയാ ഞാൻ, തേ നിനക്ക്, പ്രോക്തഃ പറഞ്ഞിരിക്കുന്നു. അപ്പോ ആ സൂര്യഭഗവാന് പറഞ്ഞു കൊടുത്ത, സൂര്യഭഗവാൻ മനുവിന് പറഞ്ഞു കൊടുത്ത, മനു ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്ത അതേ ജ്ഞാനം തന്നെയാണ് ഇന്ന് ഞാൻ നിനക്ക് പറഞ്ഞിരിക്കുന്നത്. കാരണം നീ എൻ്റെ ഭക്തനാണ്, നീ എൻ്റെ സുഹൃത്തുമാണ്. ഭക്തഃ സഖാച ഇതി, നീ എൻ്റെ സുഹൃത്തുമാണ്, നീ എൻ്റെ ഭക്തനുമാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ ആ പ്രാചീനമായ ജ്ഞാനം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അദ്യഃ അപ്പൊ മയാ പ്രോക്തഃ എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ. ഹി കാരണം, ഏതത് ഈ, ഉത്തമം രഹസ്യം ഈ രഹസ്യമാണ്, ഇത് ഒരു സ്വകാര്യമാണ്. അത് എങ്ങനെയാണ്? ഉത്തമ രഹസ്യമാണ്, ഉത്തമ രഹസ്യമാണ്. അപ്പൊ ഈ ഉത്തമ രഹസ്യം ഞാൻ നീ എൻ്റെ ഭക്തനായതുകൊണ്ടും നീ എൻ്റെ സുഹൃത്തായതുകൊണ്ടും നിനക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഉത്തമ രഹസ്യം എന്ന് വെച്ചാൽ എന്താണ്? ഉത്തമ രഹസ്യം എന്തുകൊണ്ടാണ് ഇതിനെ രഹസ്യം എന്ന് പറയുന്നത്? ഇതിനെ രഹസ്യം എന്ന് പറയുന്നതിന് കാരണം ഇത് വേറെ ആർക്കും പഠിയില്ല, അല്ലെങ്കിൽ ഇത് ഒരു പ്രത്യേക വർഗത്തിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്നുകൊണ്ടൊന്നുമല്ല. രഹസ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രഹസ്യം എന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രഹസ്യം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് രഹസ്യം. ഇത് അതിന് തയ്യാറാകുന്ന വ്യക്തികൾ, അതിന് യോഗ്യത ഉള്ള വ്യക്തികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. യോഗ്യത എന്ന് വെച്ചാൽ ശുദ്ധ മനസ്സ്, ശുദ്ധ ബുദ്ധി, ഇതൊക്കെ ഉള്ള വ്യക്തിക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അതിനെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല. കാരണം അതിന് ശുദ്ധ മനസ്സ് വേണം, ശുദ്ധ ബുദ്ധി വേണം. അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇതിനെ രഹസ്യം എന്ന് പറയുന്നത്. അതായത് ഇതെങ്ങനെയാണ്, ഏത് തരത്തിലുള്ള രഹസ്യമാണ്? ഉത്തമം രഹസ്യം, ഉത്തമമായ രഹസ്യമാണ്. എന്തുകൊണ്ടാണ് ഉത്തമമായ രഹസ്യം ഇത്? കാരണം ഈ രഹസ്യം, ഈ യോഗം, ആ രഹസ്യത്തിനെ നമ്മൾ അനുസരിച്ചാൽ നമുക്ക് ഭഗവാന്റെ ജ്ഞാനം കിട്ടും. അതുകൊണ്ട് ഇത് ഉത്തമ രഹസ്യം, ഏറ്റവും മികച്ച രഹസ്യമാണ്. അപ്പൊ ഇവിടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അർജുനൻ ഇപ്പൊ ചോദിക്കുന്നു, അർജുനന് ഒരു ചോദ്യം. അപ്പൊ ചോദ്യം സ്വാഭാവിക ചോദ്യമാണ്. അർജുന ഉവാച, അർജുൻ പറഞ്ഞു, അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ
കഥം ഏതത് വിജാനീയാം ത്വം ആദൗ പ്രോക്തവാനിതി. അർജുനന്റെ ചോദ്യം വളരെ യുക്തിപരമായ ചോദ്യമാണ്. എന്താണ് യുക്തിപരമായ ചോദ്യം? അർജുനൻ പറയുന്നു, നിങ്ങൾ പറയുന്നു നിങ്ങൾ ആദ്യം തന്നെ ഇത് വിവസ്വാൻ അല്ലെങ്കിൽ സൂര്യന് കൊടുത്തു എന്ന്. സൂര്യൻ അത് മനുവിന് കൊടുത്തു എന്നും മനു അത് ഇക്ഷ്വാകുവിന് കൊടുത്തു എന്നുമാണ് പറയുന്നത്. പക്ഷെ അർജുനൻ പറയുന്നു എനിക്കിത് മനസ്സിലാവുന്നില്ല എന്ന്. കാരണം ശ്രീകൃഷ്ണ, അർജുനൻ ശ്രീകൃഷ്ണനും പ്രായ വ്യത്യാസം വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രായം വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോ അർജുനൻ പറയുന്നു, കൃഷ്ണ നീ ജനിച്ചത് ഈ അടുത്ത കാലത്തല്ലേ, നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പൊ അടുത്തല്ല പോയത്, ബർത്ത്ഡേ ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ നീ എങ്ങനെയാണ് ഇത് പറയുന്നത്? നീ സൂര്യന് പറഞ്ഞു കൊടുത്തു, മനുവിന് പറഞ്ഞു കൊടുത്തു, ഇക്ഷ്വാകുവിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ അവരിനൊക്കെ പറഞ്ഞു കൊടുത്തു എങ്ങനെയാ? കാരണം ഈ മഹാഭാരതം നടക്കുന്നത് രാമായണം കഴിഞ്ഞിട്ടല്ലേ. രാമായണത്തിൽ വരുന്ന മര്യാദ പുരുഷോത്തമ ഭഗവാൻ ശ്രീ രാമചന്ദ്രൻ ഇക്ഷ്വാകുവിന്റെ കുലത്തിലാണ് ജനിച്ചത്. അപ്പൊ അതിന് എത്രയോ മുമ്പ് ഇക്ഷ്വാകു വന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ വരുന്നത്. അപ്പൊ ശ്രീകൃഷ്ണ നിന്റെ ജന്മം അത് കഴിഞ്ഞിട്ടല്ല നടന്നത്. അപ്പൊ എങ്ങനെ നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്കൊക്കെ പോയി ഉപദേശം കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു സ്വാഭാവിക ചോദ്യമാണിത്. ഭവതഃ നിങ്ങളുടെ ജനനം അപരം പിന്നീടല്ലേ, വിവസ്വതഃ അതായത് വിവസ്വാൻ അല്ലെങ്കിൽ സൂര്യ ഭഗവാന്റെ ജന്മത്തിനേക്കാൾ എത്രയോ കഴിഞ്ഞിട്ടല്ലേ നിങ്ങളുടെ ജന്മം. അപ്പരം പിന്നീടല്ലേ. വിവസ്വതഃ ജന്മം, വിവസ്വതഃ അതായത് സൂര്യഭഗവാന്റെ ജന്മത്തിന്റെ എത്രയോ കഴിഞ്ഞിട്ടല്ലേ നിങ്ങളുടെ ജന്മം. പരം ഏത്തം, അതുപോലെ തന്നെ സൂര്യഭഗവാൻ നിങ്ങളെക്കാളും എത്രയോ മുമ്പല്ലേ ജനിച്ചത്. അപ്പൊ ഏത്തം ഈ കഥം എങ്ങനെ വിജാനീയാം, എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവേണ്ടത്, എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്ത്? ത്വം ആദൗ പ്രോക്തവാൻ ഇതി, ത്വം നീ അല്ലെങ്കിൽ നിങ്ങൾ, ആദൗ ഇത് തുടക്കത്തിൽ തന്നെ, ഇതിനു മുമ്പ് തന്നെ, പ്രോക്തവാൻ പറഞ്ഞു, ഇതി എന്ന്. അതായത് നിങ്ങളുടെ ജന്മം കുറെ കഴിഞ്ഞിട്ടാണ്, സൂര്യഭഗവാന്റെ ജന്മം കുറെ മുൻപേ നടന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും ഇത് നിങ്ങൾ ആദ്യം തന്നെ സൂര്യഭഗവാന് പറഞ്ഞു? എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാൻ ഉവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താനി അഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. അപ്പൊ ഇവിടെ അവതാര തത്വത്തിനെ കുറിച്ച് കുറച്ച് നമുക്ക് സൂചന കിട്ടുന്നുണ്ട്, പുനർജന്മത്തിനെ കുറിച്ച് നമുക്ക് സൂചന കിട്ടുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? പരന്തപ അതായത് ശത്രുക്കളെ കത്തിച്ച് കളയാൻ ശേഷിയുള്ളവനെ. അർജുന മേ എൻ്റെ, തവ നിന്റെ, ബഹൂനി പല, ജന്മാനി ജന്മങ്ങള്, വ്യതീതാനി കഴിഞ്ഞിരിക്കുന്നു, അഹം ഞാൻ, താനി അവയെ, സർവാണി എല്ലാം, വേദ അറിയുന്നു, ത്വം നീ, ന വേത്ത അറിയുന്നില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, ഓഹോഹോഹോ, ഈ ശ്രീകൃഷ്ണനായി ജനിച്ചത് മാത്രമല്ല എൻ്റെ ജന്മം, അതുപോലെ അർജുനനായി ജനിച്ച നിന്റേത് ഇത് മാത്രമല്ല ആദ്യത്തെ ജന്മം, ശ്രീകൃഷ്ണനായിട്ട് ഞാൻ ഈ ജന്മത്തിൽ ജനിച്ചിരിക്കുന്നു. ശരിയാണ്. അതിപ്പോ ജന്മം എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെ ജന്മം സാധാരണ ജന്മമല്ല, അത് അവതാരമാണ്. എന്തുകൊണ്ട്? അത് ഭഗവാനാണ്. നേരെ മറിച്ച് അർജുനന്റെ ജന്മം എങ്ങനെയാണ്? അതും കുറച്ചൊക്കെ അവതാരം തന്നെയാണ്, പക്ഷെ അത്ര ഭഗവാന്റെ അവതാരമല്ല, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അവതാരം. അപ്പോ ഇപ്പൊ നമ്മുടെയൊക്കെ ജന്മം എങ്ങനെയാണ്? നമ്മുടെയൊക്കെ ജന്മം സാധാരണ ജന്മം, ഇതൊക്കെ ഒരു ജന്മം എന്ന് പറയില്ലേ, അപ്പൊ സാധാരണ ജന്മമാണിത്, സാധാരണ ജന്മം.
അപ്പോൾ സാധാരണ ജന്മം, അതുകൊണ്ട് വ്യത്യാസമുണ്ട്. അവിടെ ശ്രീകൃഷ്ണന്റെ ജന്മത്തിനും അവതാരത്തിനും, അർജുനന്റെ ജന്മവും ഒരു അവതാരമാണ്, ആ അവതാരത്തിനും തന്നെ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? പരന്തപ്, ശത്രുക്കളെയൊക്കെ കത്തിച്ചു കളയാൻ ശേഷിയുള്ള അർജുന, ഞാൻ പല പ്രാവശ്യം ജനിച്ചിരിക്കുന്നു, നീയും പല പ്രാവശ്യം ജനിച്ചിരിക്കുന്നു. വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? എനിക്ക് ആ ജന്മങ്ങളെ കുറിച്ചൊക്കെ എല്ലാം അറിയാം, നിനക്ക് അറിയില്ല. അതാണ് വ്യത്യാസം. എനിക്ക് എല്ലാ ജന്മങ്ങളെ കുറിച്ചും അറിയാം. അപ്പൊ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, ഭയങ്കര ഓർമ്മശക്തിയാണ്. അത് ആ ഓർമ്മശക്തി എപ്പോ പുറത്തു വരുമെന്ന് വെച്ചാൽ, ഒരു വഴക്കുണ്ടായ അപ്പൊ പുറത്തു വരും. വഴക്കുണ്ടായ പറയും, 1942 നീ അവിടെ വെച്ച് തന്നെ ഇത് പറഞ്ഞു, 1974 നീ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ എല്ലാം പുറത്തു വരും. അപ്പൊ അങ്ങനെ ഭയങ്കര അപാര ഓർമ്മശക്തിയാണ്. അതുപോലെ തന്നെ ഭഗവാനാണല്ലോ. അപ്പൊ ഭഗവാൻ എല്ലാം അറിയാം, സർവജ്ഞ, എല്ലാം അറിയുന്ന വ്യക്തിയാണ് ഭഗവാൻ. വ്യക്തിയല്ല, ആ ശക്തിയാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താണ് വ്യത്യാസം? ഇത് ആദ്യത്തെ ജന്മം ഒന്നല്ല, ഇതിനു മുമ്പ് എത്രയോ ജന്മങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്, നിനക്കും ഉണ്ടായിട്ടുണ്ട്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഞാൻ അതൊക്കെ എല്ലാം ഓർക്കുന്നു, നീ അതൊന്നും ഓർക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആ ചോദ്യത്തിന് ഉത്തരമാണ്. അതുകൊണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോ ശ്രീകൃഷ്ണനായിട്ട് പറയുന്നു, അന്ന് വേറെ ഏതോ ഒരു അവതാരത്തില് സൂര്യ ഭഗവാന് പറഞ്ഞു, പിന്നീട് വന്ന ആൾക്കാർക്കൊക്കെ വേറെ പല അവതാരങ്ങളിൽ ഞാൻ പറഞ്ഞു എന്നാണ് ഇവിടെ അർത്ഥം. അതുപോലെ തന്നെ നീയും പല അവതാരങ്ങളിൽ വന്ന് ഇതൊക്കെ കേട്ടു എന്നാണ് അർത്ഥം. പിന്നെ പറയുന്നു, അജോപി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായയാ. അപ്പൊ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ സ്വരൂപത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. ഭഗവാന്റെ സ്വരൂപം എങ്ങനെയാണ്? അജഹ, ജന്മരഹിതമാണ്, ജന്മമില്ലാത്തതാണ്. അജഹ. എന്തുകൊണ്ടാണ് ജന്മമില്ലാത്തത്? ഭഗവാന്റെ സ്വരൂപം ജന്മം അല്ലാത്ത സ്വരൂപമാണ്. എന്തുകൊണ്ടാണ് ജന്മം അല്ലാത്തത്? ചോദ്യം. ജന്മം അല്ലാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഭഗവാന് ജന്മം ഉണ്ടായാൽ പിന്നെ മരണവും ഉണ്ടാവും. ഭഗവാൻ അനാദിയാണല്ലോ, ഭഗവാന് ഒരു തുടക്കം ഒന്നുമില്ല, അതുകൊണ്ട് ജന്മമില്ല. അജഹ സൻ. അങ്ങനെ ജന്മമില്ലാതിരുന്നാലും അപി, എങ്കിലും അവ്യയാത്മാ, എനിക്ക് ജന്മമില്ല. എൻ്റെ സ്വഭാവം എങ്ങനെയാണ്? മാറാത്ത സ്വഭാവമാണ്. അവ്യയ ആത്മാ, എൻ്റെ സ്വഭാവം മാറാത്ത സ്വഭാവമാണ്, ഒരിക്കലും മാറില്ല എൻ്റെ സ്വഭാവം. ഭൂതാനാം ഈശ്വരഃ അപി സൻ. ഭൂതാനാം ഈശ്വരഃ അപി സൻ. എൻ്റെ ജന്മമില്ല, എനിക്ക് എൻ്റെ സ്വഭാവം മാറാത്ത സ്വഭാവമാണ്. മാത്രമല്ല ഞാൻ ഭൂതാനാം ഈശ്വരഃ, ഞാൻ എല്ലാ ജീവികളുടെയും പ്രഭുവാണ്. എല്ലാ ജീവികളെയും നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്, നിയന്ത്രിക്കുന്ന തത്വമാണ്. അപീസൻ. ഇതൊക്കെയാണെങ്കിലും സ്വാം പ്രകൃതിം അധിഷ്ഠായ, ഞാൻ എൻ്റെ പ്രകൃതിനെ, അതായത് എൻ്റെ സ്വഭാവത്തിനെ, അധിഷ്ഠായ, എൻ്റെ സ്വഭാവത്തിനെ, എൻ്റെ പ്രകൃതിനെ നിയന്ത്രിച്ചുകൊണ്ട്, അധിഷ്ഠായ എന്ന് വെച്ചാൽ നിയന്ത്രിച്ചുകൊണ്ട്, ആത്മമായയാ സംഭവാമി, ഞാൻ എൻ്റെ മായ കൊണ്ട് തന്നെ ഞാൻ ജനിക്കുന്നു. സംഭവാമി. അപ്പൊ എനിക്ക് ജനനമില്ല. അപ്പൊ ജനനമില്ല എന്ന് വെച്ചാൽ എനിക്ക് രൂപമില്ല, രൂപം നാമം ഒന്നുമില്ല എനിക്ക്, എന്നിൽ ഒരു മാറ്റവുമില്ല. അപ്പൊ ജനനമുണ്ടായെന്ന് മാറുമല്ലോ, എന്നിൽ ഒരു മാറ്റവുമില്ല.
അതുപോലെ തന്നെ ഞാൻ എല്ലാ ജീവികളിലെയും ഈശ്വരനാണ്. അങ്ങനെ ഇത്രയൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ സ്വഭാവത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് ആത്മമായ എൻ്റെ തന്നെ മായ കൊണ്ട്, അപ്പൊ ഈ മായ വേറെ ആരോ ഉണ്ടാക്കിയതല്ല, ഭഗവത്ഗീതയിൽ വേറെ സ്ഥലത്ത് പറയും, മമ മായ ദുരത്യയ, എൻ്റെ മായ വളരെ ബുദ്ധിമുട്ടാണ്, അതിനെ മറികടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഞാൻ സൃഷ്ടിച്ച മായ, ആത്മമായ, ഞാൻ സൃഷ്ടിച്ച മായയിലൂടെ, മായ എന്ന് വെച്ചാൽ എന്താണ്? വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, മായ ഇസ് നത്തിങ് ബട്ട് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ്. എന്താണോ നടക്കുന്നത്, എന്താണോ യഥാർത്ഥത്തിൽ നടക്കുന്നത്, എന്താണോ നമുക്ക് കാണുന്നത്, എന്താണോ നമ്മൾ അനുഭവപ്പെടുന്നത്, അതാണ് മായ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ്. അത് ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല, പക്ഷെ അതാണ് മായ. എന്താണോ നമ്മൾ അനുഭവിക്കുന്നത് അതാണ് മായ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മായ സൃഷ്ടിക്കുന്നത് ഞാൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. അപ്പോ അതുകൊണ്ട് എനിക്ക് എപ്പോ വേണമെങ്കിലും ജനിക്കാം എന്നുള്ളതാണ് അർത്ഥം. സാധാരണ ജീവികളൊക്കെ അവരുടെ കർമ്മഫലം കൊണ്ട് ജനിക്കുന്നു. പക്ഷെ ഇവിടെ ആത്മമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, എൻ്റെ മായ കൊണ്ട് ഞാൻ സംഭവാമി, ഞാൻ രൂപം ധരിക്കുന്നു. എൻ്റെ മായ കൊണ്ട്, അതായത് ഞാൻ എൻ്റെ മായയുള്ളത് കൊണ്ട് ഞാൻ രൂപം ധരിക്കുന്നു. സംഭവാമി. പിന്നീട് ഈ അധ്യായത്തിൽ തന്നെ പറയും എങ്ങനെ. ഇത് അടുത്ത് തന്നെ 7ാമത്തെ ശ്ലോകം 8ാമത്തെ ശ്ലോകം, സംഭവാമി യുഗേ യുഗേ. സംഭവാമി യുഗേ യുഗേ എന്ന് വെച്ചാൽ ഈ നൈതിക മൂല്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ധർമ്മം, അത് ധർമ്മത്തിൽ നിന്ന് ആൾക്കാർ വ്യതിചലിക്കാൻ തുടങ്ങുമ്പോൾ, ധർമ്മം താഴ്ന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ധർമ്മം നഷ്ടപ്പെട്ടു വരുമ്പോൾ, അപ്പോ തദാത്മാനം സൃജാമ്യഹം, അപ്പൊ ഞാൻ എൻ്റെ ഒരു രൂപത്തിനെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ ആത്മമായയാ സംഭവാമി, ഞാൻ എൻ്റെ മായ കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ജനിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.